Next we have to learn how this sound is produced. എങ്ങനെയാണ് sound produce ചെയ്യുന്നത്? So we have different types of activities given in the textbook that are actually ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട്, ഒരു ഡിവൈസ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. എന്താണ്? ഒരു പെൻസിൽ ബോക്സ് യൂസ് ചെയ്തിട്ട് റബ്ബർ ബാൻഡും പെൻസിലും പെൻസിൽ ബോക്സ് യൂസ് ചെയ്തിട്ട് ഒരു സൗണ്ട് പ്രൊഡ്യൂസിങ് ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. നിങ്ങളത് ക്ലാസ്സിൽ നിന്ന് ചെയ്ത് നോക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഇങ്ങനെ ഈ റബ്ബർ ബാൻഡ് വലിച്ചു വിടുമ്പോൾ അവിടെ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും അല്ലേ? സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൂടാതെ എന്ത് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? റബ്ബർ ബാൻഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് മാത്രമാണോ? അല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള മോഷനാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ? റബ്ബർ ബാൻഡിന് അതെന്ത് മോഷനാണ്? ലീനിയർ ആണോ വൈബ്രേഷൻ ആണോ? അല്ല, ലീനിയർ അല്ല, വൈബ്രേഷൻ ആണ്. സോ വൈബ്രേഷൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വേറെയും ഡിവൈസസ് ഉണ്ട്. ഓലപ്പീപ്പി നമുക്ക് ഉണ്ടാക്കി കളിക്കാൻ വേണ്ടി പറ്റുന്ന, പണ്ട് കാലത്തൊക്കെ ഒരുപാട് ഉണ്ടാക്കി കളിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് ഓലപ്പീപ്പി. അതുകൂടാതെ പേപ്പർ വിസിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ചിരട്ട വീണ, ഇതൊക്കെ തന്നെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പോലത്തുള്ള സംഭവങ്ങളാണ് അല്ലേ? അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുന്നത്? ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? സൗണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ട്യൂണിംഗ് ഫോർക്കും പിന്നെ ഒരു റബ്ബർ ഹാമറും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റബ്ബർ ഹാമറിൽ ട്യൂണിംഗ് ഫോർക്ക് സ്ട്രൈക്ക് ചെയ്ത് അതിൻ്റെ നമ്മൾ ആ ഒരു പ്രോങ് എന്ന് പറയുന്ന 2 സൈഡ് ഉണ്ട്. അപ്പോൾ ആ 2 സൈഡിൽ ഒരു സൈഡ് ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. യെസ്, സം സൗണ്ട് വി ക്യാൻ ഹിയർ. അതുകൂടാതെ നമ്മൾ ആ പ്രോങ്ങിന്റെ ഒരു സൈഡിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? അവിടെ വൈബ്രേഷൻ ഉള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല മക്കളെ, വൈബ്രേഷൻ ഉള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതേ നമ്മുടെ ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പ്രോങ് നമ്മൾ ഒരു ബൗളിലെടുത്ത വെള്ളത്തിന്റെ മേലെ കാണിക്കുവാണെങ്കിൽ അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും? ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്താ കാണാൻ വേണ്ടി പറ്റും മക്കളെ? യെസ്, സ്പ്ലാഷിംഗ് ഓഫ് വാട്ടർ വി ക്യാൻ സി. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ കേസിലും വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ഓലപ്പീപ്പിന്റെ കേസിലാണെങ്കിലും അല്ലെ, നമ്മൾ നേരത്തെ റബ്ബർ ബാൻഡും അതുപോലെ തന്നെ ബോക്സ് വെച്ചിട്ടുണ്ടാക്കിയ ആ ഒരു ഇൻസ്ട്രുമെന്റിലാണെങ്കിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഒരു വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് സൗണ്ടിന്. സോ we can conclude that sound is produced by the vibration of objects. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സിന്റെ ഭാഗമായിട്ടാണ്. ഒബ്ജക്ട്സ് കമ്പനം ചെയ്യുന്നത്, കമ്പനം എന്നാണ് വൈബ്രേഷന്റെ മലയാളം പറയുക. അപ്പൊ വസ്തുക്കളുടെ കമ്പനം കാരണമാണ് എന്തുണ്ടാകുന്നത് മക്കളെ? സൗണ്ട് എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ?